ജീവിതത്തിൽ സ്വപ്നങ്ങളും മോഹങ്ങളും ആഗ്രഹങ്ങളും ഇല്ലാത്ത ആരുമില്ല. എല്ലാവരുടെയും ജീവിതത്തിൽ പല മോഹങ്ങളും സ്വപ്നങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് പൂമുഖത്തേക്ക് കടന്നു വരുന്ന കുഞ്ഞ് തൻ്റെ കൈ ഇങ്ങനെ മുറുകെ പിടിച്ചുകൊണ്ടാണ് കടന്നു വരുന്നത്. ഒരുപാട് പ്രതീക്ഷകൾ അവൻ്റെ കൈയുടെ ഉൾഭാഗത്ത്, ആ കുഞ്ഞിൻ്റെ കൈയുടെ ഉൾഭാഗത്ത് അവൻ്റെ പ്രതീക്ഷകളാണ് എന്ന് പലരും പറയാറുണ്ട്. അപ്പോൾ സ്വപ്നങ്ങളും മോഹങ്ങളും ഇല്ലാത്ത ആരുമില്ല. ഈ സ്വപ്നങ്ങളും മോഹങ്ങളുമൊക്കെ മനസ്സിൽ കൊണ്ടു നടക്കാനുള്ളതല്ല, ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കണം. ചിലർക്ക് വലിയ പണക്കാരനാകണം, ചിലർക്ക് വലിയ മന്ത്രിമാരോ MLA-മാരോ MP-മാരോ അങ്ങനെയുള്ള ഉന്നത സ്ഥാനങ്ങളിലേക്ക് പോകണം. ചിലർക്ക് അൽഹംദുലില്ലാഹ് പഠിച്ച് നല്ല വിദ്യാഭ്യാസം നേടണം. ഇപ്പോൾ ചിലപ്പോൾ ഈ മക്കൾക്കൊക്കെ ഹാഫിളീങ്ങളാകണം. ഇതുപോലെ ആഗ്രഹങ്ങൾ എല്ലാവർക്കുമുണ്ട്. ആഗ്രഹങ്ങൾ ബാക്കി വെച്ചിട്ട് പോകാൻ പാടില്ല. ഈ മോഹങ്ങളും സ്വപ്നങ്ങളുമെല്ലാം നടപ്പാക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ്റെ സ്വപ്നങ്ങൾക്ക്, ഒരു മനുഷ്യൻ്റെ മോഹങ്ങൾക്കുള്ള സ്ഥാനം മനസ്സിലാകണമെങ്കിൽ, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു കുറ്റവാളി അവൻ എത്ര വലിയ ദ്രോഹം ചെയ്തവനാണെങ്കിലും, എത്ര വലിയ തെറ്റ് ചെയ്തവനാണെങ്കിലും, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു മനുഷ്യനെ തൂക്കിലേറ്റുന്നതിന് മുമ്പ് അവനോട് ചോദിക്കാറുണ്ട്, നിന്റെ അവസാനത്തെ മോഹമെന്താ? സാധിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ ആ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവൻ്റെ ആഗ്രഹം പോലും സാധിപ്പിച്ചു കൊടുക്കുകയാ. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, വാപ്പയാകട്ടെ, ഉമ്മയാകട്ടെ, മക്കളാകട്ടെ, കൂടപ്പിറപ്പാകട്ടെ, കുടുംബക്കാരാകട്ടെ, അവരുടെ മരണത്തിൻ്റെ സമയത്ത് നമ്മളോട് പറഞ്ഞിരുന്ന ചില വസിയ്യത്തുകൾ, ചില മോഹങ്ങൾ, ചില ആഗ്രഹങ്ങൾ, അവർ മരണപ്പെട്ടതിന് ശേഷം നമ്മളത് സാധിപ്പിച്ചു കൊടുക്കാൻ നമ്മളിൽ പലരും വല്ലാത്ത ധൃതി കാണിക്കും, ഒരു ആത്മാർത്ഥത കാണിക്കുന്നവരാ. കാരണം അതവരുടെ മരണസമയത്ത് അവർ നമ്മളോട് പറഞ്ഞ വലിയ മോഹങ്ങളാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മോഹങ്ങളും ആഗ്രഹങ്ങളുമെല്ലാം സാധിപ്പിച്ചു കൊടുക്കാൻ നമ്മളിൽ പലരും തയ്യാറാകുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമുക്കും ഒരുപാട് മോഹങ്ങളുണ്ട്. നമ്മുടെ മോഹങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളുമെല്ലാം പടച്ചവനെ ദുനിയാവിൻ്റെ വിഷയത്തില്, ദുനിയാവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ് നമ്മളിൽ അധികം പേർക്കും നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളറകളിലുള്ള മോഹങ്ങൾ ദുനിയാവുമായി ബന്ധപ്പെട്ടതാണ്. എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരാളുടെ മരണസമയം അടുത്തു വരുമ്പോൾ ഖാബിദുൽ അർവാഹു മലക്ക് അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് നമ്മുടെ കണ്ണിന്റെ മുമ്പിലേക്ക് കടന്നു വരുന്ന ഒരു സമയമുണ്ടല്ലോ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ തന്നെ പറഞ്ഞല്ലോ, ഈ സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും ഉറപ്പുള്ള ഒരേ ഒരു കാര്യമാണ്, മതമുള്ളവനും മതമില്ലാത്തവനും, ദൈവമുണ്ടെന്ന് പറയുന്നവനും ഇല്ലാത്തവനും, ലോകത്തുള്ള എല്ലാവർക്കും സംശയമില്ലാത്ത ഒരേ ഒരു കാര്യമാണ്, പടച്ചവനെ മരണമുണ്ടെന്ന് എല്ലാവരും വിശ്വസിക്കുന്നവരാ. മരിക്കില്ല എന്നൊരാളും ഇവിടെ നിന്ന് പറയുന്നില്ലല്ലോ. എന്തൊക്കെ വിശ്വാസമില്ലെങ്കിലും പടച്ചവനെ ഖബറുണ്ടോ, നരകമുണ്ടോ, സ്വർഗമുണ്ടോ, പരലോകമുണ്ടോ, സിറാത്തുണ്ടോ, മീസാനുണ്ടോ, ഇതിലൊന്നും വിശ്വാസമില്ലാത്തവര് വരെ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, അവന് മരിക്കുമെന്ന് ഈ ലോകത്തുള്ള സർവ്വ മനുഷ്യർക്കും അവിടെ നിന്ന് വല്ലാത്ത വിശ്വാസമാ. കാരണം മരിക്കുമെന്ന് പറഞ്ഞതാരെന്നറിയോ? ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ ലോകത്തിന്റെ അധിപനായ പടച്ചറബ് പറയുകയാ, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിഹ അനിന്നാർ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഉറൂർ. മരിക്കുമെന്ന് പറഞ്ഞത് പടച്ചറബാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ സദസ്സിലിരിക്കുന്ന എൻ്റെ ഉപ്പമാരോട്, ഉമ്മമാരോട്, ചെറുപ്പക്കാരോട്, ഉമ്മ പെങ്ങന്മാരോട് എനിക്ക് പറയാനുള്ളത്, നമ്മളെല്ലാവരും ഒരു ദിവസം മരണപ്പെടുമല്ലോ. അതാ നമ്മുടെ മുമ്പിലേക്ക് പടച്ചവനെ അള്ളാഹുവിൻ്റെ മലക്കുകളുണ്ടല്ലോ. അസ്റായീൽ എന്ന് പറയുന്ന മലക്ക്
മലക്കും തൻ്റെ അനുയായികളും എൻ്റെയും നിങ്ങളുടെയും കണ്ണിൻ്റെ മുമ്പിലേക്ക് ഇറങ്ങി വരുന്ന ഒരു ദിവസമുണ്ടല്ലോ. ഈ വഅദ് നടക്കുന്ന മജ്‌ലിസിന്റെ ചുറ്റുഭാഗം മുഴുവനും അല്ലാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മാലാഖമാര് കാവൽ നിൽക്കുകയാണ്. എനിക്കും നിങ്ങൾക്കും വേണ്ടി അവർ ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പടച്ചവനെ നമ്മൾ കാണുന്നില്ലല്ലോ, നമുക്ക് കാണാൻ കഴിയുന്നില്ലല്ലോ, നമ്മുടെ കണ്ണുകൾക്ക് അതിനുള്ള കാഴ്ചയില്ലല്ലോ. എങ്കിലും പടച്ചവനെ അല്ലാഹുവിൻ്റെ മലക്കുകളെ കാണുന്ന ഒരു രംഗമുണ്ട്. നമ്മളൊക്കെ അല്ലാഹുവിൻ്റെ മലക്കുകളെ കാണുമല്ലോ. ആകാശ ലോകത്ത് നിന്ന് അസ്റായിൽ എന്ന് പറയുന്ന മലക്കും 70 മുതൽ 70,000 മലക്കുകൾ വരെ എൻ്റെയും നിങ്ങളുടെയും കണ്ണിൻ്റെ മുമ്പിലേക്ക് ഇറങ്ങി വരുന്ന ഒരു സമയമുണ്ടല്ലോ. ഫകശഫിനാ അൻക ഗിതാഅക ഫബസറുക അൽയൗമ ഹദീദ്. അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്ന നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് കടന്നു വരുമല്ലോ. പടച്ചവനെ കാണേണ്ട താമസം അവിടെ നിന്ന് പിടഞ്ഞ് താഴെ വീഴുകയാണ്. അവര് പറയുകയാണ് കല്ലാ ഇദാ ബലഗതി തറാഖിയ വകീല മൻ റാഖ് വളന്ന അന്നഹുൽ ഫിറാഖ് വൽതഫതി സാഖു ബിസാഖ് ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്. പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുന്ന മലക്കുകൾ പറയുന്നു, എടാ നിന്നെ കൊണ്ടുപോകാമെന്നതാണ്, നിന്റെ റൂഹ് പിടിക്കാമെന്നതാണ്, രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെട്ടോ, ആരെ വേണമെങ്കിലും നീ വിളിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ആ മലക്കുകൾ ഇറങ്ങി വരുന്ന രംഗം അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പരിചയപ്പെടുത്തുമ്പോ ഇതുപോലെ ഒരു ദിവസം നിങ്ങൾക്കും വരുമല്ലോ. ഈ വഅദ് പറയുന്ന എനിക്കും നിങ്ങൾക്കും ഇതുപോലെ ഒരു ദിവസം ജീവിതത്തിൽ വരുമല്ലോ. അത് ഇന്ന് രാത്രിയാണോ നാളെയാണോ എപ്പോഴാണെന്ന് നമുക്കറിയില്ലല്ലോ. എപ്പോഴായാലും അസ്റായിൽ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുമല്ലോ. ആ കടന്നു വരുന്ന സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മനുഷ്യനവിടെന്ന് പറയുന്ന കാര്യം എന്തെന്നറിയോ? ആ മരണം കണ്ണിൻ്റെ മുമ്പിലേക്ക് കടന്നു വരുന്ന സമയം, ഒരാളുടെ ജീവിതത്തിൽ മരണം അവന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ, റൂഹ് പിടിക്കുന്ന മലക്കവിടെന്ന് കടന്നു വരുമ്പോ ആ മനുഷ്യന് കടന്ന് യാചിക്കുകയാണ്. ആ മനുഷ്യന് കടന്ന് യാചിക്കുകയാണ്. എന്തിനാണ് യാചിക്കുന്നതെന്നറിയുമോ? എന്തിനാണ് ഒരു മനുഷ്യനെ യാചിക്കുന്നതെന്നറിയോ? അല്ലാഹുവിൻ്റെ ഖുർആൻ പറയുകയാണ്, വഅൻഫിഖൂ മിമ്മാ റസഖനാകും മിൻ ഖബ്ലി അയ്യഅതിയ അഹദകുമുൽ മൗത്ത് ഫയഖൂല റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്. ഒരാളുടെ മരണം ഇങ്ങനെ അടുത്തു വന്നിരിക്കുന്ന സമയത്ത് അവൻ കടന്ന് യാചിക്കുകയാ. എന്തിനാണ് യാചിക്കുന്നതെന്നറിയോ മുസ്ലിമേ? എന്തിനാണ് ഒരു മനുഷ്യന്റെ മരണം അടുത്തിരിക്കുന്ന സമയത്ത് അസ്റായിലിനെ കാണുമ്പോ അവൻ കടന്ന് വല്ലാതെ യാചിക്കുകയാണ്? എന്തിനാണ് യാചിക്കുന്നതെന്നറിയുമോ? പണമുണ്ടാക്കാനല്ല, ഭാര്യയെ കാണാനല്ല, അടിച്ചു പൊളിച്ച് ജീവിക്കാനല്ല. ഒരു മനുഷ്യൻ കടന്ന് മരണത്തിന്റെ തൊട്ടുമുമ്പ് അവൻ അല്ലാഹുവിനോട് യാചിക്കുന്നത് എന്തെന്നറിയോ? അല്ലാഹുവേ, എനിക്കൊരു സ്വല്പം സമയം തരണേ അല്ലാ. അവൻ ചോദിക്കുന്നത് സമയമാണോ? സമയത്തിന്റെ വില എന്താണെന്ന് എനിക്കും നിങ്ങൾക്കും ഇതുവരെ തിരിഞ്ഞിട്ടില്ലല്ലോ. വെറുതെ സമയം ഇങ്ങനെ പാഴാക്കുകയാണ്. അല്ലാഹു തന്നിരിക്കുന്ന ആയുസുണ്ടല്ലോ, ഈ സമയത്തിന്റെ വില ഇപ്പോഴൊന്നും നമുക്ക് തിരിയില്ല. വെറുതെ ഇങ്ങനെ നേരം വെളുത്തു വൈകുന്നേരമായി, നേരം വെളുത്തു വൈകുന്നേരമായി തിന്നമ കുടിച്ചും ആസ്വദിച്ചും ഉറങ്ങിയും സുഖിച്ചും നമ്മൾ ആയുസ് ഇങ്ങനെ കളയുമ്പോ ഈ സമയത്തിന്റെ വില തിരിയുന്നത് എപ്പോഴെന്നറിയോ? ഖാബിദുൽ അർവാഹ് മലക്ക് അസ്റായീൽ. ഈ ഇസ്രായേൽ എന്ന് പറയുന്ന മലക്ക് എന്റെയും നിങ്ങളുടെയും മുമ്പിൽ കടന്നു വരുന്ന സമയം, അപ്പോഴാണ് സമയത്തിന്റെ വിലയറിയുന്നത്. അപ്പോഴാണ് സമയത്തിന്റെ വിലയറിയുന്നത്. സമയത്തിന് വേണ്ടി യാചിക്കുകയാ. മരണത്തിന്റെ സമയത്തും സമയത്തിന് വേണ്ടി യാചിക്കുമല്ലോ. ഖബറിനകത്ത് കൊണ്ട് ഖബറടക്കിയാലും സമയത്തിന് വേണ്ടി യാചിക്കുമല്ലോ. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് നിൽക്കുമ്പോഴും അല്ലാഹുവിനോട് നീ ചോദിക്കുന്നത് സ്വർഗമോ നരകമോ അല്ല. അവിടെ വെച്ചുകൊണ്ട് ചോദിക്കുന്നു, റബ്ബനാ അബ്സർനാ വസമിഅനാ
ഫർജിഅനാ. അവിടെ വെച്ചും നീ സമയമാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയുകയാണ്, കണ്ണിന്റെ മുമ്പിലേക്ക് മരണം ഇങ്ങനെ കടന്നു വരുമ്പോ നീ സമയം ചോദിക്കുകയാണ്. എന്തിനാണ് സമയം ചോദിക്കുന്നത്? വീട് വെക്കാനല്ല, പണമുണ്ടാക്കാനല്ല, സുഖിക്കാനല്ല, ആസ്വദിക്കാനല്ല. നീ അല്ലാഹുവിനോട് സമയം ചോദിക്കുന്നത് എന്തിനെന്നറിയോ? ദുനിയാവിന്റെ കാര്യത്തിനല്ല, ദുനിയാവിന്റെ വിഷയത്തിനല്ല, ആഖിറത്തിന്റെ കാര്യത്തിന് വേണ്ടി നീ സമയം യാചിക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാണ്, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും അല്ലാഹുവിനോട് സമയം ചോദിക്കുകയാ. ഹത്താ ഇദാ ജാഅ അഹദുഹുമുൽ മൗത്ത് ഖാല റബ്ബി ഇർജിഊൻ ലഅല്ലി അഅമൽ സ്വാലിഹാ. അല്ലാഹുവിനോട് സമയം ചോദിക്കുന്ന പടച്ചവനെ, എനിക്ക് സമയം വേണം തമ്പുരാന്. എന്തിനു വേണ്ടിയാണെന്നറിയുമോ? എനിക്ക് നിസ്കരിക്കാൻ, എനിക്ക് ഖുർആൻ ഓതാനാണ്, എനിക്ക് ദിക്റുകൾ പറയാനാണ്, എനിക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാനാണ്. എനിക്ക് സമയം വേണേ, സമയം വേണേ എന്ന് ഒരു മനുഷ്യൻ തന്റെ കണ്ണിന്റെ മുമ്പിലേക്ക് മരണം കടന്നു വരുമ്പോ അവൻ അല്ലാഹുവിനോട് യാചിക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, സമയത്തിന്റെ വില ഇപ്പൊ നമുക്ക് ആർക്കും തിരിയില്ല. ചുമ്മാതെ ഇങ്ങനെ മൊബൈൽ കുത്തിയും ടി വി കണ്ടും സിനിമ കണ്ടും കറങ്ങിയും ഒക്കെ ഇങ്ങനെ സമയം നീക്കിക്കളയും. എന്നാൽ ഈ സമയത്തിന്റെ വില മനസ്സിലാകുന്നത് മരണം കണ്ണിന്റെ മുമ്പിൽ വരുമ്പോഴാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യന്റെ റൂഹ് പിടിക്കുന്നതിന് വേണ്ടി അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് ഇറങ്ങി വന്നു. ഈ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഈ രംഗം ഒന്ന് ചിന്തിക്കണം. ഒരാളുടെ റൂഹ് പിടിക്കുന്നതിന് വേണ്ടി അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് ഇറങ്ങി വന്നു. ആ അസ്റായിൽ വന്നിട്ട് ഈ ചെറിയ മനുഷ്യനോട് പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നിന്റെ വല്ല ആഗ്രഹവും ഉണ്ടെങ്കിൽ അത് സാധിപ്പിച്ചതിന് ശേഷമേ നിന്റെ റൂഹ് പിടിക്കാവൂ എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിനക്ക് വല്ല ആഗ്രഹവുമുണ്ടോ? അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് റൂഹ് പിടിക്കാമെന്നപ്പോൾ ഒരു മനുഷ്യനോട് പറയുകയാ, നിനക്ക് വല്ല മോഹവുമുണ്ടെങ്കിൽ, വല്ല ആഗ്രഹവുമുണ്ടെങ്കിൽ ആ ആഗ്രഹം സാധിപ്പിച്ചതിന് ശേഷമേ നിന്റെ റൂഹ് പിടിക്കാൻ പാടുള്ളൂ എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. നിനക്ക് വല്ല ആഗ്രഹവുമുണ്ടോ? ആ മനുഷ്യൻ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ആ മനുഷ്യൻ പറഞ്ഞ മറുപടി, അസ്റായിലെ 40 കൊല്ലമായിട്ട് ഞാൻ ഒരുങ്ങിയിരിക്കുകയാ, നീ എപ്പോഴാ വരണേ എന്ന് പറഞ്ഞിട്ട്. 40 വർഷമായിട്ട് ഞാൻ നിന്നെ ഇങ്ങനെ കാത്തിരിക്കുകയാ, നീ എപ്പോഴാ വരണേ, നീ എപ്പോഴാ വരണേ എന്ന് പറഞ്ഞിട്ട് റെഡിയായി ഞാൻ ഇരിക്കുകയാ. എനിക്ക് ഒരാഗ്രഹവും ഇല്ല, പിടിച്ചോളാൻ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ആമീൻ പറയാൻ ശബ്ദമില്ല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അതെന്തെന്നറിയോ എൻ്റെ പൊന്നു സിറാജ് ഉസ്താദ്, എനിക്കിവിടെ ഒരു രോഗവും ഇല്ല, എനിക്കിപ്പോഴൊന്നും മരണം വരത്തില്ലല്ലോ. നമ്മുടെയൊക്കെ ഒരു ധാരണയുണ്ട്, ക്യാൻസറും ട്യൂമറും ഒക്കെ വന്നാലല്ലേ മരിക്കത്തുള്ളൂ. എനിക്കാണെങ്കിൽ ഒരു തലവേദന പോലുമില്ല, ഒരു രോഗവുമില്ല. വടി പോലെ നടക്കുന്ന എൻ്റെ അടുത്ത് എന്തിനാ മരണത്തെക്കുറിച്ച് പറയുന്നത്? അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. മോനെ, 2 ദിവസം മുമ്പല്ലേ പ്രസവിക്കാൻ പ്രസവ വേദന എടുത്തിട്ട് ഒരു സഹോദരി ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ ഒരൊറ്റ നിമിഷം കൊണ്ട് തീരുന്നത് കണ്ടതല്ലേ നിങ്ങൾ? മനുഷ്യൻ്റെ കാര്യം രോഗമൊന്നും ആർക്കും വേണ്ടടോ. എല്ലാവരുടെ ഒരു ധാരണ, ഇപ്പോഴെങ്ങും മരിക്കത്തില്ല, ഇപ്പോഴെങ്ങും മരിക്കത്തില്ല എന്ന്. അതന്നെ അസ്റായിൽ വരുമ്പോഴും ചിലരിങ്ങനെ വെപ്രാളപ്പെടുമെന്ന. അസ്റായിൽ എന്ന് പറയുന്ന മലക്കിങ്ങനെ റൂഹ് പിടിക്കാൻ വരുമ്പോൾ ഈ പന്തം കണ്ട പെരിച്ചാടിയെ പോലെ അങ്ങോട്ട് ചാട, എന്താ അസ്റായിലെ നീ ഇപ്പൊ വന്നേന്ന്, എന്തിനാ പിടിക്കുന്നേ അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നല്ല മരണം നൽകുമാറാകട്ടെ. അല്ലാഹു നല്ല മരണം നൽകുമാറാകട്ടെ. അല്ലാഹു നല്ല മരണം നൽകുമാറാകട്ടെ. മരണത്തിന് വല്ല അടയാളമുണ്ടോ? വെടി കൊണ്ടതുപോലെ ഇരിക്കണോ ആകാ? മരണത്തിന് വല്ല അടയാളമുണ്ടോ? നിങ്ങൾ എന്താ ഇപ്പം ഇങ്ങനെ ഇരിക്കണേ? ഉണ്ടോ? ഇല്ല? എന്താ സ്റ്റേജിൽ ഇരിക്കണ ഉസ്താമാരായിരിക്കണം ഇല്ലപ്പം. മരണത്തിന് വല്ല അടയാളം ഉണ്ടാ? ഞാൻ പറഞ്ഞു തരാം അടയാളങ്ങൾ. അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് റൂഹ് പിടിക്കാൻ വരുമ്പോൾ ചിലരിങ്ങനെ തുള്ളുക, ഇപ്പം അങ്ങോട്ട് ഇറങ്ങി വന്നതുപോലെ. അപ്പം അസ്റായിൽ ചോദിക്കും, എന്ത് പാടാ വെപ്രാളം കാണിക്കണേ? നീ എന്താ വെപ്രാളം കാണിക്കണേ? ഞാനെന്താ പറയാതെ നിന്റെ വീട്ടിൽ കയറി വന്നതുപോലെ? ഞാൻ വരുന്നതിന് മുമ്പ് എത്ര അടയാളം നിനക്ക് വന്നടാ ചങ്ങാതി? നിനക്ക് എത്രയോ അടയാളങ്ങൾ വന്നു, എന്നിട്ട് നീ മനസ്സിലാക്കിയില്ലല്ലോ. മരണത്തിന് അടയാളമുണ്ടോ? അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ.
അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹുവെ, ഈ മജ്ലിസിലിരുന്നു കൊണ്ട് ആരാണോ ഉറക്ക ആമീൻ പറയുന്നത് അവർക്ക് മരിക്കുന്ന സമയം ഈ ആമീൻ പറയുന്ന ശബ്ദത്തിൽ ഷഹാദത്ത് കലിമ പറഞ്ഞു മരിക്കാനുള്ള ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. അപ്പം നിങ്ങൾക്ക് പറയാൻ അറിയാം അല്ലേ? അപ്പം നിങ്ങൾക്ക് പറയാനറിയാം, പറയാത്തല്ലേ? അള്ളാഹുവെ പടച്ചവനെ, നീ ഈമാനുള്ള മരണം കൊടുക്കണേ അല്ലാഹ്, ഈമാനുള്ള മരണം കൊടുക്കണേ അല്ലാഹ്. ഷഹാദത്ത് കലിമ പറഞ്ഞു മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. വെള്ളിയാഴ്ച രാവിലെ മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. ഷഹീദിൻ്റെ കൂലി കിട്ടുന്ന ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. ആമീൻ പറയാനുള്ള മനസ്സുകൂടെ ഇവർക്ക് നൽകണേ അല്ലാഹ്. അപ്പം നിങ്ങൾക്ക് പറയാൻ പറയാഞ്ഞിട്ടല്ലേ? അപ്പം മരണത്തിൻ്റെ അടയാളം കേട്ടോ. നാളെ ഇവിടെ ഏതോ ഉസ്താദ്, നാളെ ആരാ ഇപ്പോൾ വഴുതു പറയുക, നാളെ ഇവിടെ വഴുതും അൽഹംദുലില്ലാ ഉസ്താദന്മാരുടെ വഴുതും ദുആയൊക്കെ നാളെ ഈ മജ്ലിസിൽ നടക്കും. നീ ഇവിടെ ഇരുന്ന് കേൾക്കണോ പള്ളിക്കാട്ടി കിടന്ന് കേൾക്കണോ എന്ന് ഇപ്പം തന്നെ ഞാൻ പറഞ്ഞു തരാം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഒരാളുടെ മരണമെടുത്താലുള്ള അടയാളം എന്തെന്നറിയോ? നിങ്ങളുടെ ആരുടെയെങ്കിലും താടിയിലെയോ തലമുടിയോ, താടി രോമം ഇല്ലെങ്കിൽ തലയിലെ രോമം, നിങ്ങളുടെ തലയിലെയോ താടിയിലെയോ ഏതെങ്കിലും ഒരു രോമം നരച്ചിട്ടുണ്ടെങ്കിൽ നീ കഫൻ തുണി വാങ്ങിച്ച് റെഡിയായിക്കോ, നിന്റെ യാത്രയ്ക്ക് സമയമായി. അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. മരണത്തിൻ്റെ ഒന്നാമത്തെ അടയാളം എന്താ അടയാളം? മൈലാഞ്ചിയും തേച്ച് നടക്കുക പലതും. ചിലത് വടിച്ചുകൊണ്ട് നടക്കുന്നു, ചിലത് പിന്നെ വെളുപ്പിച്ചുകൊണ്ട് നടക്കുന്നു. ഇത് മരണത്തിൻ്റെ അടയാളമാണ്. ഓർത്തു വെച്ചോ, ഒരെണ്ണം നരച്ചാൽ മതി. നിന്റെ മൊത്തം നരച്ചു, ഇനി കറുത്തതുണ്ടോ എന്ന് വീട്ടിൽ പോയി നോക്ക്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. സ്റ്റേജിൽ ഇരിക്കണവരൊക്കെ പിന്നെ ഉസ്താദ്മാരാ, ആബുദുസ്താദ് എല്ലാവരും ഓർമ്മ, എല്ലാവർക്കും അവിടെ ഇവിടെയൊക്കെ ബർക്കത്തിനുണ്ട്. അൽഹംദുലില്ലാ. അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞത്, ആ മനുഷ്യൻ പറയുക, എനിക്കൊരാഗ്രഹവുമില്ല പിടിച്ചോളാൻ. നമ്മളോടെ കാണാൻ ചോദിച്ചാലോ, കാക്ക നിങ്ങൾ എന്തിനാ നിൽക്കണേ, എന്താ പോയി വാന്നില്ല, ഇപ്പോൾ പോയി വഴുത് കേട്ടോ, ചങ്ങായി അവൻ്റെ ഓപ്പല്ലേ, ഷാൻ്റെ ഓപ്പല്ലേ കിടക്കണേ. കാക്ക നിങ്ങൾ കയറിയിരിക്കും ഹബീബെ, നിങ്ങൾ എന്തിനാ നിൽക്കുന്നത്? സംഘാടകനായതുകൊണ്ട് നിങ്ങൾ കയറി ഇരുന്നോളി, കയറി ഇരുന്നോളി. നിന്നാൽ എത്ര നേരം നിൽക്കും? അതിനൊരു പരിധി ഉണ്ടല്ലോ. സംഘാടകരാണ് ആദ്യം വഴുത് കേൾക്കേണ്ടത്. അൽഹംദുലില്ലാ, കയറി ഇരുന്നോളി. അള്ളാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളോടാണ് ഈ ചോദ്യം ചോദിക്കുന്നതെങ്കിലോ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പറഞ്ഞ് യാചിക്കുകയാണ്. എന്തിനാണ് യാചിക്കുന്നത്? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാണ്, റബ്ബിർജിഊൻ ലഅല്ലി അഅമൽ സ്വാലിഹാ. പടച്ചവനെ, എനിക്ക് സമയം വേണം, എനിക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാനാണ്, നിന്നെ ഭയന്ന് ജീവിക്കാനാണ്, ഒരവസരം തരണേ എന്ന് പറഞ്ഞുകൊണ്ട് യാചിക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുമ്പോ ഒരിക്കലുമില്ല സഹോദരാ. നിന്റെ മോഹങ്ങൾ മുഴുവനും ബാക്കി വെച്ചിട്ട് അല്ലാഹു പറയുകയാ, വലയു അഖിറല്ലാഹു നഫ്സൻ ഇദാ ജാ അജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. ഒരൽപനേരം പോലും അല്ലാഹു നിനക്ക് തരൂല, ഒരു സെക്കൻഡ് പോലും അല്ലാഹു നിനക്ക് തരൂല. ആ മരണം നിശ്ചയിച്ചിരിക്കുന്ന സമയത്ത് തന്നെ നിന്റെ റൂഹ് പിടിക്കുകയാണ്. നിന്റെ മോഹങ്ങൾ മുഴുവനും ബാക്കിയായല്ലോ, നിന്റെ സ്വപ്നങ്ങൾ മുഴുവനും ബാക്കിയായല്ലോ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരാ, മോഹങ്ങളൊക്കെ ബാക്കി വെച്ച് മരിക്കല്ലേ. മോഹങ്ങളൊക്കെ നീ പൂർത്തീകരിക്കുക. ഈ ദുനിയാവിൽ വെച്ച് തന്നെ നിന്റെ ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ. ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിച്ച് മരിക്കുന്ന ഒരു മനുഷ്യന്റെ മരണത്തെക്കുറിച്ച് അള്ളാന്റെ ഖുർആൻ പറയുകയാണ്. ആ മനുഷ്യന്റെ മരണം എങ്ങനെയെന്നറിയോ? അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാ, ആകാശത്ത് നിന്ന് മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി വരികയാണ്. സ്വർഗത്തിലെ പട്ടുവസ്ത്രവുമായി മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി വരികയാണ്. അവരുടെ ചാരത്ത് വന്ന് നിന്ന് സ്വാഗതം പറയുകയാ, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയാ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അല്ലാഹുവിന്റെ മലക്കുകൾ വന്നിട്ട് സ്വാഗതം പറയുകയാ. എന്തിനാ പേടിക്കുന്നത്? എന്തിനാ കരയുന്നത്? എന്തിനാണ് നീ വിഷമിക്കുന്നത്? ആകാശത്തിന്റെ കവാടങ്ങൾ മുഴുവനും തുറന്നിട്ട് കൊണ്ട് മലക്കുകൾ നിരന്നു നിൽക്കുകയാണ് നിന്നെ സ്വീകരിക്കുന്നതിന് വേണ്ടി.
ഇരിക്കുന്ന പട്ടുവസ്ത്രമുണ്ടല്ലോ, നിന്റെ റൂഹിനെ സ്വീകരിച്ചു കൊണ്ടുപോകാൻ കൊണ്ടുവന്നതാണ് എന്ന് അല്ലാഹുവിന്റെ മലക്കുകൾ അവിടെന്ന് സ്വാഗതം പറയുമെന്ന് പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, മോഹങ്ങളൊക്കെ നടത്തിയിട്ട് വേണം പോകാൻ, അല്ലാതെ എല്ലാം ബാക്കി വെച്ചിട്ട് പോകരുത്. അല്ലാഹുവേ, മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പടച്ചവനെ അതാ മനുഷ്യന്റെ ചാരത്ത് മലക്കുകൾ വന്ന് സ്വാഗതം പറയുകയാ. അവര് പറയുന്നു, നീ വിഷമിക്കരുത്, ദുഃഖിക്കരുത്, പേടിക്കരുത്. അല്ലാഹു നിന്നെ കൊണ്ട് തൃപ്തനാണ്. നീ അല്ലാഹുവിനെ തൃപ്തിപ്പെട്ടിട്ടുണ്ട്. നീ അല്ലാഹുവിനെ സ്നേഹിച്ചതുപോലെ പടച്ചവനും നിന്നെ സ്നേഹിച്ചിട്ടുണ്ട്. അല്ലാഹു നിന്നോട് സ്നേഹത്തിലാണ്, കോപത്തിലല്ല. അല്ലാഹുവേ, സ്വർഗത്തിലെ വസ്ത്രവുമായി വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ റൂഹ് പിടിക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പരിചയപ്പെടുത്തുമ്പോ, ഈ സദസ്സിലിരിക്കുന്ന മനുഷ്യ, നിങ്ങൾ ആ രംഗത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കണോ? മരണത്തെക്കുറിച്ചും ഖബറിനെക്കുറിച്ചും നരകത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും ഒന്ന് ചിന്തിക്ക്. എന്നിട്ട് ഈ കിട്ടിയിരിക്കുന്ന അവസരം നീയൊന്ന് ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തിയെടുത്ത്. അല്ലാതെ ഖബറിനകത്ത് കിടക്കുമ്പോ, മരിക്കാൻ കിടക്കുന്ന സമയത്തും ഖബറിലും നാളെ പരലോകത്തും കിടന്ന് യാചിച്ചിട്ട് കാര്യമില്ല. അല്ലാഹു ഒരുപാട് അവസരം എനിക്കും നിങ്ങൾക്കും നൽകിയിട്ടുണ്ടല്ലോ. അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കാനുള്ള അവസരം അല്ലാഹു നമുക്ക് നൽകിയിട്ടുണ്ടല്ലോ. എന്തേ ഉപയോഗപ്പെടുത്താത്തത്? എന്തേ ഉപയോഗപ്പെടുത്താത്തത്? അതുകൊണ്ട് വഅദ് കേൾക്കാൻ വന്നിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാറുള്ളത്, റബ്ബേ, മഹാനായ ഇബ്രാഹിം ഇബ്നു യസീദുൽ അബ്ദ് റളിയല്ലാഹു തആല അൻഹു, മഹാനവറുകളുടെ ചാരത്തേക്ക് ഒരു മഹാൻ കടന്നു വരികയാണ്. ഒരു മനുഷ്യൻ അവിടെ നിന്ന് കടന്നു വന്നു. എന്നിട്ട് ചോദിക്കുന്നു, മഹാനവറുകളോട് ചോദിക്കുന്നു, എനിക്ക് എന്തെങ്കിലും ഒരു ഉപദേശം തരുമോ? മഹാനവറുകളോട് ചോദിക്കുകയാണ്, എനിക്ക് എന്തെങ്കിലും ഒരു ഉപദേശം തരുമോ? എനിക്കൊരുപാട് ഇബാദത്തുകൾ ചെയ്യണം, എനിക്കൊരുപാട് നന്മകൾ ചെയ്യണം, എനിക്ക് അല്ലാഹുവിലേക്ക് അടുക്കണം, എന്റെ ദുനിയാവും എന്റെ ആഖിറവും രക്ഷപ്പെടണം, അതിന് എനിക്ക് എന്തെങ്കിലും ഒരു ഉപദേശം തരുമോ എന്ന് മഹാനായ ഇബ്രാഹിം ഇബ്നു യസീദുൽ അബ്ദ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുമ്പോ, റബ്ബേ, റിയാഹ് എന്ന് പറയുന്ന മഹാനോട് പറയുകയാ, റിഹായുൽ ഖൈസിയോട് പറയുകയാണ്, നീ എന്റെ കൂടെ വാ, നിനക്ക് രക്ഷപ്പെടാനുള്ള ഒരു ഉപദേശം ഞാൻ പറഞ്ഞു തരാ. ദുനിയാവും ആഖിറവും രക്ഷപ്പെടണോ? ദുനിയാവും ആഖിറവും രക്ഷപ്പെടണോ? ആ രക്ഷപ്പെടാനുള്ള ഒരു വഴി ഞാൻ നിനക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞുകൊണ്ട് പള്ളിപ്പറമ്പിലെ ഖബറിന്റെ ചാരത്തേക്ക് പോകുകയാ. റിയാഹുൽ ഖൈസിനെ പിടിച്ചുകൊണ്ട് മഹാനവറുകൾ അവിടെ നിന്ന് പള്ളിപ്പറമ്പിലേക്ക് പോകുകയാണ്. ഖബർസ്ഥാനിന്റെ മധ്യഭാഗത്ത് ചെന്നിട്ട് മഹാനവറുകൾ ചോദിക്കുന്നു, ഈ പള്ളിപ്പറമ്പിൽ കിടക്കുന്നവർക്ക് വല്ല മോഹവുമുണ്ടോ? പടച്ചവനെ, ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ എനിക്കൊരുപാട് നന്മകൾ ചെയ്ത് പടച്ചവനിലേക്ക് കടക്കണമെന്ന് ആഗ്രഹമുണ്ട്, അതുകൊണ്ട് എനിക്കൊരു ഉപദേശം തരാ പറയുമ്പോ മഹാനവറുകൾ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പള്ളിപ്പറമ്പിലേക്ക് പോകുകയാണ്. ഖബർസ്ഥാനിന്റെ മധ്യഭാഗത്ത് ചെന്നിട്ട് അവിടെ നിന്ന് ചോദിക്കുന്നു, കൈസേ, ഈ ഖബറിനകത്ത് കിടക്കുന്നവർക്ക് വല്ല മോഹവുമുണ്ടോ? ഈ ഖബറിനകത്ത് കിടക്കുന്നവർക്ക് വല്ല ആഗ്രഹവുമുണ്ടോ? ആ സമയത്ത് മഹാനവറുകൾ അവിടെ നിന്ന് പറയുകയാ, പള്ളിപ്പറമ്പിൽ കിടക്കുന്നവർക്ക് ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ, അല്ലാ, അവരുടെ ആഗ്രഹം എന്തെന്നറിയോ? പടച്ചവനെ, എന്നെ ദുനിയാവിലേക്കൊന്ന് മടക്കണേ അല്ലാ. പള്ളിപ്പറമ്പിൽ 6 അടി മണ്ണിനകത്ത് കിടക്കുന്നവർക്ക് ഒരേ ഒരു മോഹമേ ഉള്ളൂ, ഈ ഖബറിനകത്ത് നിന്ന് എന്നെ നീ ഒന്ന് രക്ഷപ്പെടുത്തിയാൽ പടച്ചവനെ, എനിക്ക് ഇബാദത്ത് ചെയ്യാൻ തമ്പുരാന്, എനിക്ക് നിസ്കരിക്കാൻ പടച്ചവര്, എനിക്ക് ഖുർആൻ ഓതാൻ പടച്ചവര്, എനിക്കൊരുപാട് നന്മകൾ ചെയ്യാൻ പടച്ചവന്, എന്നെ ഇതിനകത്ത് നിന്നൊന്ന് കേറ്റണേ അല്ലാ എന്ന് ഖബറാളി യാചിക്കുകയാണ്.
ആ ഖബറിൽ കിടക്കുന്നവന്റെ ആഗ്രഹം ഇതാണ്. മഹാനവറുകൾ അവിടെ നിന്ന് പറയുമ്പോ അവിടെ നിന്ന് ചോദിക്കുന്നു, കൈസേ, ഈ പള്ളിപ്പറമ്പിൽ കിടക്കുന്ന ഒരാൾക്കും എഴുന്നേറ്റ് വരാൻ കഴിയില്ലല്ലോ, അവർക്കിനി ഇബാദത്ത് ചെയ്യാൻ കഴിയില്ലല്ലോ, പക്ഷേ നിനക്ക് പറ്റുമല്ലോ. ഈ പള്ളിപ്പറമ്പിൽ 6 അടി മണ്ണിനകത്തേക്ക് നീ പോകുന്നതിന് മുമ്പ് നിനക്ക് ഇബാദത്ത് ചെയ്യാൻ പറ്റുമല്ലോ, നിനക്ക് നന്മകൾ ചെയ്യാൻ പറ്റുമല്ലോ, എങ്കിൽ പോയിരുന്ന് നീ നന്മ ചെയ്യൂ. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ കൈസുതങ്ങളോട് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ഈ വയൽ കേൾക്കാമെന്നവരോട് പറയുകയാ, പടച്ചവനെ, ഖബറിലേക്ക് ചെല്ലുന്നതിന് മുമ്പ്, ആ മരണം നിന്റെ മുമ്പിലേക്ക് തേടി വരുന്നതിന് മുമ്പ് നമുക്ക് നന്മ ചെയ്തുകൂടെ, നമുക്കൊരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തുകൂടെ? അള്ളാഹു തന്ന ആയുസ് ചെറുതാണെങ്കിലും അതൊന്ന് ഉപയോഗപ്പെടുത്താൻ നമ്മളെ കൊണ്ട് കഴിയുമല്ലോ. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം മരണം പറഞ്ഞാൽ, ഖബർ പറഞ്ഞാലും, മയ്യത്ത് കണ്ടാൽ എനിക്കും നിങ്ങൾക്കും ആ ചിന്തയില്ലല്ലോ. പ്രായമുള്ളവന്റെയും പാല് കുടിക്കുന്ന കുഞ്ഞിന്റെയും ജനാസ കൊണ്ടുപോയി ഖബറടക്കിയാൽ എനിക്കും നിങ്ങൾക്കും ആ ചിന്തയില്ലല്ലോ. ആ ചിന്തയുണ്ടായിരുന്നെങ്കിൽ പള്ളിപ്പറമ്പിൽ ചെന്ന് നിന്നിട്ട് പച്ചയായ ഒരു മനുഷ്യന്റെ മയ്യത്ത് ഖബറിനകത്ത് ഇറക്കി വെച്ചിട്ട് അവിടെ നിന്ന് തമാശ പറയില്ലല്ലോ, അവിടെ നിന്നുകൊണ്ട് ചിരിക്കില്ലല്ലോ. ഖബർ വെട്ടുന്നവനും ഇന്ന് തമാശയാണ്. മുണ്ടുമടക്കി കുത്തി വീടി വലിച്ചുകൊണ്ടാണ് പള്ളിപ്പറമ്പിൽ ഖബർ കുഴിക്കുന്നത്. അവര് പരസ്പരം തമാശ പറയുകയാ. പടച്ചവനെ, ഖബറാണെന്നുള്ള ചിന്തയവനില്ലല്ലോ. ആ പള്ളിപ്പറമ്പിൽ അവൻ ഖബർ കുടിച്ചു കൊണ്ടിരിക്കുമ്പോ ആ ഖബറിന്റെ ചാരത്ത് കിടക്കുന്നവർ ഈ ദുനിയാവിന്റെ മുകളിൽ നടന്നവരാണല്ലോ. അവര് പള്ളിപ്പറമ്പിലാണല്ലോ. ഈ ചിന്ത ഖബർ കുടിക്കുന്നവനുമില്ല, ഖബറടക്കുന്നവനുമില്ല, മണ്ണ് വെട്ടിയിടുന്നവനുമില്ല, ഖബർ സിയാറത്ത് ചെയ്യാൻ പോകുന്നവർക്കുമില്ല. എങ്കിൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മുൻഗാമികൾക്ക് അങ്ങനെയായിരുന്നില്ല. യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാരനാണ് റബ്ബേ. റബീഇബ്നു ഖൈസം എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ചരിത്രം അറിയുമോ? പഠിക്കണം ചെറുപ്പക്കാരാ. റബീഇബ്നു ഖൈസം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അല്ലാഹുവേ ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ, അല്ലാഹുവേ ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ റബീഇബ്നു ഖൈസം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തന്റെ വീടിന്റെ മുറ്റത്തവിടുന്ന് ഖബർ കുഴിക്കുകയാ. ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ പേടിക്കണമല്ലോ. ഏതാ ഖബറെന്ന് പറഞ്ഞാൽ നിസ്സാരമായ ഒരു കാര്യമല്ല. ഇനി മുതൽ പള്ളിപ്പറമ്പിൽ പോകുമ്പോ നീ ചിന്തിക്കേണ്ടത് എന്തെന്നറിയോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ ഒരു ചെറുപ്പക്കാരനായ സ്വഹാബിയാണ്. മഹാനായ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ വന്നിട്ട് ചോദിക്കുന്നു, നബിയേ, എനിക്ക് നന്നാകണം നബിയേ, എനിക്ക് നന്നാകണം നബിയേ, അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരാൻ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ വന്ന് സ്വഹാബി ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുത്തത് പള്ളിപ്പറമ്പിലെ ഖബർ സിയാറത്ത് ചെയ്യാനാ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പള്ളിപ്പറമ്പിൽ നിന്നാണ് തമാശ പറയുന്നത്, അവിടെ നിന്ന് ചിരിയും കളിയും രാഷ്ട്രീയം പറയുന്നത് പള്ളിപ്പറമ്പിലാ. നിനക്ക് ഖബറിനെ കുറിച്ച് അറിയുമോ ചെറുപ്പക്കാരാ? വാപ്പാ, നിനക്ക് ഖബറിനെ കുറിച്ച് അറിയുമോ? നബി തങ്ങൾ പറയുന്നു, ലൗലം യഅലമു മാ യഅതീഹി ബഅദൽ മൗത്ത് മാ അകില അകിലാ വലാ ശരിബ സുർബാ ഇല്ലാ വഹുവ യബ്ഖീ വയളിബു അലാ സ്വദിരി. ആ ഖബറിനകത്ത് കിടക്കുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥ എങ്ങാനും നീ അറിഞ്ഞിരുന്നെങ്കിൽ, ആ ഖബറിനകത്ത് കിടക്കുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥയുണ്ടല്ലോ, അതെങ്ങാണ് നീ അറിഞ്ഞിരുന്നെങ്കിൽ, നീ ചിരിക്കുന്നത് പോയിട്ട്, കളിക്കുന്നത് പോയിട്ട്, സുഖിക്കുന്നത് പോയിട്ട്, ഭക്ഷണം വാരി വായിലേക്ക് വെക്കുമ്പോ വെള്ളം കുടിക്കാം, നീ നിന്റെ വായിലേക്ക് വെള്ളം ഇങ്ങനെ കൊണ്ടുപോകുമ്പോ അതിന് മുമ്പ് വയളിരിബു അലാ സ്വദിരി, നീ നെഞ്ചത്തടിച്ച് വിളിച്ച് കരയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ അതാ തഴബ ഉസ്താദ് പറയുകയാണ്, ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ, മേടയ്ക്കു പകരം മളമാ സുബ്ഹാന
റബ്ബി അതിൽ കിടക്കേണ്ടതാണ് സുമാന. ഇതൊക്കെ ചിന്തിച്ചു നീ കരയുക സോദരാ, എങ്കിൽ സുറൂറായി നീ കിടക്കും മറുകരാ. പടച്ചവനെ, ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാലേ പേടിക്കണമെന്നാണ്. ഖബറ് കണ്ടാ കരയണം, ഖബറ് കണ്ടാ കരയണം. ആരാടോ കരയുന്നത്? ഏത് മനുഷ്യനാടോ ഖബറ് കണ്ടാ കരയുന്നത്? പടച്ചവനെ, ജന്മം നൽകിയ പിതാവിന്റെ ഖബറിന്റെ ചാരത്ത് ചെന്ന് നിന്നിട്ട് പോലും കരയാത്തവരുണ്ടല്ലോ. അതാ ഖബറെന്ന് പറഞ്ഞാൽ അതാണ്. ആ ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോഴാ പടച്ചവനെ, ഈ ചെറുപ്പക്കാരൻ തന്റെ വീടിന്റെ മുറ്റത്തൊരു ഖബറ് കുഴിക്കുകയാ. പടച്ചവനെ, തന്റെ വീടിന്റെ മുറ്റത്ത് അവിടുന്നൊരു ഖബറ് കുഴിക്കുകയാണ്. റബീഅ ഇബ്നു ഖൈസം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ രാവിലെയും വൈകിട്ടും ഖബറിനകത്ത് ഇറങ്ങിക്കിടക്കുകയാ. ഖബറിനകത്ത് ഇറങ്ങിക്കിടന്നിട്ട് ആ ഖബറങ്ങ് മൂടുകയാണ്. എന്നിട്ട് പടച്ചവനെ, ഖബറിനകത്ത് കൊണ്ട് ആ ഖബറിനകത്ത് കിടന്നിട്ട് അവിടുന്ന് വിളിച്ചു പറയുന്ന റബ്ബിർജിഊ, എന്നെ മടക്കണേ, എന്നെ ഇതിനകത്ത് നിന്ന് രക്ഷപ്പെടുത്തണേ, ഈ ഖബറിനകത്ത് നിന്ന് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണേ. റബീഅ ഇബ്നു ഖൈസം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തന്റെ വീടിന്റെ മുറ്റത്ത് ഖബറ് കുടിച്ചിട്ട് ഖബറിനകത്ത് ഇറങ്ങിക്കിടക്കുകയാ. അവിടെ നിന്ന് കരയുകയാ. അവസാനം നിലവിളി കേൾക്കുമ്പോ വീട്ടുകാർ വന്നിട്ട് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തുകയാണ്. പടച്ചവനെ, അതാ ചരിത്രം പറയുകയാണ്. ഒരു ദിവസം റബീഅ ഇബ്നു ഖൈസം എന്ന് പറയുന്ന ചെറുപ്പക്കാർ ശരീരത്തിന് വല്ലാത്ത ക്ഷീണം വന്നപ്പോ, ഇബാദത്ത് ചെയ്യാൻ ഒരു മടി വന്നപ്പോ പാതിരാത്രി എഴുന്നേറ്റ് പോയി ഖബറിനകത്ത് കിടക്കുകയാണ്. ഖബറിന്റെ മുകളിൽ പലക നിരത്തി ഖബറിനകത്ത് കിടന്നുകൊണ്ട് ഖബറങ്ങടയ്ക്കുകയാണ്. അതിനകത്ത് കിടക്കുകയാ. റബീഅ ഇബ്നു ഖൈസം അവിടെ കിടന്നുകൊണ്ട് വിളിക്കുന്ന റബ്ബിർജിഊ, എന്നെ മടക്കണേ, എന്നെ മടക്കണേ. ഖബറിനകത്ത് കിടന്നുകൊണ്ട് നിലവിളിക്കുമ്പോ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഭാര്യ കിടന്നങ്ങ് ഉറങ്ങിപ്പോയി. എപ്പോഴും ഭാര്യയാണ് പോയി രക്ഷപ്പെടുത്തുന്നത്, എപ്പോഴും ഭാര്യയാണ് ഖബറിനകത്ത് നിന്ന് രക്ഷപ്പെടുത്തുന്നത്. പക്ഷേ അന്ന് ഭാര്യ അങ്ങ് ഉറങ്ങുമ്പോ ഖബറിനകത്ത് കിടന്ന് നിലവിളിക്കുകയാ. അവസാനം വിളിച്ച് വിളിച്ച് ശബ്ദമൊക്കെ വല്ലാതെയായി. ഭാര്യ അവിടെ നിന്ന് ഞെട്ടിയുണർന്നു. റബീഅ ഇബ്നു ഖൈസം എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ നിലവിളി കേട്ട് ഖബറിന്റെ അകത്ത് നിന്ന് രക്ഷപ്പെടുത്തുമ്പോ ശരീരമെല്ലാം തളർന്നിട്ട് വിയർത്തൊലിച്ച് പേടിച്ച് വിറച്ച് കിടക്കുകയാ. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ ഖബറിനകത്ത് നിന്ന് രക്ഷപ്പെടുത്തുമ്പോ തളർന്നു കിടക്കുന്ന ശരീരവുമായി അവിടെ നിന്ന് മുകളിലേക്ക് കയറുമ്പോ റബീഅ ഇബ്നു ഖൈസം അവിടെ നിന്ന് പറയുകയാ, ഏ റബീഅ, ഇന്ന് ഖബറിനകത്ത് കിടന്ന് നീ നിലവിളിച്ചപ്പോ രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞപ്പോ എന്നെ രക്ഷപ്പെടുത്താൻ എന്റെ ഭാര്യ ഉണ്ടായിരുന്നു, എന്റെ കുടുംബമുണ്ടായിരുന്നു. എന്നാൽ നീ എത്ര നിലവിളിച്ചാലും നിന്നെ രക്ഷപ്പെടുത്താൻ ആരുമില്ലാത്ത ഒരു ദിവസം വരാനുണ്ട്. ഇന്ന് രക്ഷപ്പെടുത്താൻ എന്റെ കുടുംബമുണ്ടായിരുന്നു. സ്വന്തം നഫ്സിനോട് പറയുകയാണ്, സ്വന്തം നഫ്സിനോട് പറയുകയാണ്. ഖബറിനകത്ത് കിടന്ന് ശ്വാസം മുട്ടിയിട്ട് തന്റെ ശരീരം മുഴുവനും വിയർത്തൊലിച്ച് ശരീരം തളർന്ന് വിളിച്ചപ്പോ ഭാര്യ വന്ന് രക്ഷപ്പെടുത്തി കരയിലേക്ക് എടുത്തപ്പോ റബീഅ ഇബ്നു ഖൈസം സ്വന്തം ശരീരത്തോട് പറയുകയാ, നിനക്ക് ഇബാദത്ത് ചെയ്യാൻ മടിയല്ലേ, നിനക്ക് നന്മകൾ ചെയ്യാൻ മടിയല്ലേ. ഇന്നിതിനകത്ത് കിടന്ന് കരഞ്ഞപ്പോ എന്റെ ഭാര്യ വന്ന് നിന്നെ രക്ഷപ്പെടുത്തി. പക്ഷേ പള്ളിപ്പറമ്പിൽ 6 അടി മണ്ണിനകത്ത് കിടന്ന് നിലവിളിച്ചാ നിന്നെ രക്ഷപ്പെടുത്താൻ ആരുമില്ലല്ലോ, നിന്നെ രക്ഷപ്പെടുത്താൻ ആരും വരില്ലല്ലോ. അതുകൊണ്ട് പള്ളിപ്പറമ്പിലേക്ക് പോകുന്നതിന് മുമ്പ് നീ നന്മ ചെയ്തോ, മരണം വരുന്നതിന് മുമ്പ് നന്മ ചെയ്യടോ. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, ഒരു മനുഷ്യന്റെ മരണം കണ്ണിന്റെ മുമ്പിൽ വരുമ്പോ അവൻ ആഗ്രഹിക്കുന്നത് 4 കാര്യമാ. ഒരാളുടെ മരണം കണ്ണിന്റെ മുമ്പിലേക്ക് വരുമ്പോ അവൻ യാചിക്കുന്നത് 4 കാര്യത്തിന് വേണ്ടിയാ. ഈ 4 കാര്യം ഈ ദുനിയാവിൽ വെച്ച് തന്നെ ചെയ്തിട്ട് പോയാൽ
ഒരാളുടെ മരണം അടുത്തു വരുമ്പോൾ, അസ്രായിൽ എന്ന് പറയുന്ന മലക്ക് റൂഹ് പിടിക്കാൻ വരുമ്പോൾ ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്നത് 4 കാര്യങ്ങളാ. ഈ 4 കാര്യങ്ങൾ ഈ ദുനിയാവിൽ വെച്ച് തന്നെ സാധിപ്പിച്ചിട്ട് പോയാൽ മോഹങ്ങളൊക്കെ സാധിപ്പിച്ചിട്ട് പോയി. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഈ 4 കാര്യം സാധിപ്പിക്കാതെ പോയാൽ നിന്റെ ദുനിയാവും പോയി, നിന്റെ ആഖിറവും പോയി, സർവ്വതും പോയി. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ 4 മോഹങ്ങൾ എന്താ പഠിക്കാം. ഒരാളുടെ മരണസമയത്ത്, ഒരാളുടെ മരണം കണ്ണിൻ്റെ മുമ്പിലേക്ക് വരുന്ന സമയം ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്നത് 4 കാര്യങ്ങളാണ്. എന്താണെന്നത് പഠിക്കാം. എന്നിട്ട് ഇന്നു മുതൽ ആ 4 കാര്യങ്ങൾ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്ത്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് ഇനി ഒന്നാമത് എൻ്റെ പ്രിയപ്പെട്ടവരെ സമയമാണ് ചോദിക്കുന്നത്. എല്ലാവരും അള്ളാഹുവിനോട് സമയമാണ് ചോദിക്കുന്നത്. ഇപ്പം ആവശ്യത്തിന് സമയമുണ്ടല്ലോ. ബാപ്പക്കാരുടെ ഒരാൾ ഖബറിനകത്ത് കൊണ്ടുപോയി ഖബറടക്കി, ആ മനുഷ്യന് തിരിച്ചു വരാൻ പറ്റുമോ? നിസ്കരിക്കാൻ പറ്റുമോ? ഖുർആൻ ഓതാൻ പറ്റുമോ? സദഖ കൊടുക്കാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്കൊക്കെ ഇപ്പോൾ സമയമുണ്ടല്ലോ, ഇപ്പോൾ ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ, ഉപയോഗപ്പെടുത്ത്. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. വിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഒരാളുടെ മരണസമയം അടുക്കുമ്പോൾ അവൻ യാചിക്കുന്നത് എന്തിനു വേണ്ടിയാ? ഒരാളുടെ മരണം കണ്ണിന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ അള്ളാഹു പറയുകയാ, അവന് യാചിക്കുന്നത് എന്തിനു വേണ്ടിയാ? എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്. ഒരാളുടെ മരണസമയം ഇങ്ങനെ അടുത്തു വരുമ്പോ അവൻ ചോദിക്കുന്നു, അസ്രായില് എനിക്കൊരൽപ്പം സമയം തരുമോ? എനിക്കൊരൽപ്പം സമയം തരുമോ? അസ്രായില് എന്തിനാണ് ചോദിക്കുന്നത്? എന്തിനാണ് സമയം ചോദിക്കുന്നത്? മാതാപിതാക്കളോട് പൊരുത്തം ചോദിക്കാനാണോ? അല്ലെങ്കിൽ പടച്ചവനെ നിന്റെ ഭാര്യ സന്താനങ്ങളോട് യാത്ര പറയാനാണോ? മാതാപിതാക്കൾക്ക് ഖിദ്മത്ത് ചെയ്യാനാണോ? എന്തിനു വേണ്ടിയാ? നിസ്കരിക്കാനാണോ? എന്തിനാടാ സമയത്തിന് വേണ്ടി യാചിക്കുന്നത്? ഒരാളുടെ മരണം കണ്ണിന്റെ മുമ്പിൽ വരുമ്പോ അവൻ ചോദിക്കുന്ന ഒന്നാമത്തെ കാര്യം എന്തെന്നറിയോ? ഞാനല്ല പറയുന്നത്, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനാ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, മരണം കണ്ണിന്റെ മുമ്പിലേക്ക് കടന്നു വരുന്ന സമയത്ത് ഒരു മനുഷ്യൻ അവിടെ നിന്ന് ചോദിക്കുന്ന ഒന്നാമത്തെ കാര്യം എന്തെന്നറിയോ? അള്ളാഹുവേ, എനിക്കൊരൽപ്പം സമയം തരണേ അല്ലാ. എന്തിനാണെന്നറിയോ? അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഫഅസ്വദ്ദക അസ്രായിലേ, ഒരൽപ്പസമയം എനിക്ക് തരുമെങ്കിൽ പടച്ചവനെ ഞാൻ ഒരുപാട് സമ്പാദിച്ചു വെച്ചിട്ടുണ്ട് എന്ന് വരെ ഒരാൾക്കും കൊടുക്കാതെ പാവപ്പെട്ടവർക്കോ യതീമീങ്ങൾക്കോ രോഗികൾക്കോ പള്ളികൾക്കോ മദ്രസകൾക്കോ ഒന്നും കൊടുക്കാതെ ഒരുപാട് ഞാൻ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. ഈ സമ്പാദിച്ചു വെച്ചതിൽ ഒരല്പമെങ്കിലും അള്ളാന്റെ ദീനിന് വേണ്ടി കൊടുക്കാനുള്ള മോഹമാ. വാപ്പാ, നിന്റെ മരണം കണ്ണിന്റെ മുമ്പിൽ വരുമ്പോ നീ യാചിക്കുന്നത് എന്തിനു വേണ്ടി എന്നറിയോ? എന്റെ ഭാര്യയോടും എന്റെ മക്കളോട് ഞാൻ സമ്പാദിച്ചു വെച്ചതിൽ നിന്നൊരൽപ്പം നിങ്ങൾ പള്ളിക്ക് കൊടുക്കണേ എന്ന് പറയാറ്, പാവങ്ങൾക്ക് കൊടുക്കണേ എന്ന് പറയാറ്, യതീമീങ്ങൾക്ക് കൊടുക്കണേ എന്ന് പറയാറ്, ഒന്ന് സദക്ക കൊടുക്കണേ എന്ന് പറയാ. എനിക്കൊരൽപ്പം നിമിഷം തരണേ അസ്രായീൽ. അവിടെന്ന് യാചിക്കുകയാ, സദക്ക കൊടുക്കുന്നതിന് വേണ്ടി. അസ്രായിൽ എന്ന് പറയുന്ന മലക്ക് ചോദിക്കുന്നു, നിനക്കൊരുപാട് അവസരമുണ്ടായിരുന്നല്ലോ, ദുനിയാവിൽ ഒരുപാട് ചാൻസുകൾ ഉണ്ടായിരുന്നല്ലോ, എന്തേ കൊടുക്കാതെ? എന്തുകൊണ്ട് നീ സദക്ക കൊടുത്തില്ല? പാവങ്ങൾക്ക് വേണ്ടി ചോദിച്ചല്ലോ, യതീമീങ്ങൾ നിന്റെ വീടിന്റെ മുറ്റത്ത് വന്ന് കൈനീട്ടിയല്ലോ, രോഗികൾ വന്ന് ചോദിച്ചില്ലേ, പെമ്മളക്കളെ കെട്ടിക്കാൻ ചോദിച്ചില്ല, അള്ളാഹുവിന്റെ പള്ളികൾക്ക് വേണ്ടി ചോദിച്ചില്ല, മദ്രസകൾക്ക് വേണ്ടി ചോദിച്ചില്ല, ഖുർആൻ പഠിക്കുന്ന മക്കൾക്ക് വേണ്ടി ചോദിച്ചില്ല, എന്നിട്ടും നീ കൊടുത്തില്ലല്ലോ. അതുകൊണ്ട് നിനക്ക് ചാൻസ് ഇല്ലടാ. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, ഏറ്റവും വലിയ ശിക്ഷ എന്തെന്നറിയോ? ഒരാളുടെ മരണസമയം അടുത്താ
ഈ ലോകത്ത് എവിടെയെല്ലാം നീ സമ്പാദ്യം വെച്ചിട്ടുണ്ടോ, ഒരാളുടെ മരണം അടുത്തു വരുമ്പോ അവൻ ആദ്യം ചോദിക്കുന്നത് എനിക്ക് സദക്ക കൊടുക്കാൻ ഇത്തിരി സമയം വേണമെന്ന. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ജീവിച്ചിരുന്ന കാലത്ത് എത്ര സമയം അല്ലാഹു തന്നു നിങ്ങൾക്കൊക്കെ? നിങ്ങൾക്ക് എല്ലാവർക്കും സദക്ക കൊടുക്കാൻ ഒരുപാട് അവസരം അള്ളാഹു തന്നു, അപ്പൊ ഒന്നും കൊടുക്കാൻ വയ്യായിരുന്നു. മരണം വരുമ്പോഴാ ചോദിക്കുന്നേ. എന്റെ പൊന്നാര വാപ്പ, നീ ഒരുത്തനും കൊടുക്കാതെ ഈ പൂഴ്ത്തി വെച്ചിരിക്കുന്ന സമ്പാദ്യം മുഴുവനും ലൈവായിട്ട് നിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് കാണിക്കും മലക്കുകൾ. നിന്നെ മരിക്കുന്നതിന് തൊട്ടു മുമ്പ് നിന്റെ കണ്ണിന്റെ മുമ്പിൽ നിന്റെ സ്വർണവും നിന്റെ സ്ഥലയും നിന്റെ കടവും നിന്റെ പണവും സർവ്വതും കൊണ്ടുവന്ന് ലൈവായിട്ട് ഇങ്ങനെ കാണിക്കും. എന്നിട്ട് നിന്റെ മക്കളെ ഇപ്പുറത്ത് കാണിക്കും. ലോകത്തെവിടെ കിടക്കുന്ന മക്കളാണെങ്കിലും, അമേരിക്കയിൽ കിടക്കുന്നവനാണെങ്കിലും, ദുബൈയിൽ കിടക്കുന്നവനാണെങ്കിലും, നിന്റെ കണ്ണിന്റെ മുമ്പിൽ മലക്കുകൾ നിന്റെ മക്കളെ കൊണ്ടുവന്ന് കാണിക്കും. അപ്പൊ നീ ചിന്തിക്കും, പടച്ചവനെ, ഇത്രയും സമ്പാദ്യം ഞാൻ ഇത്രയും നാളും ആർക്കും കൊടുക്കാതെ സൂക്ഷിച്ചു വെച്ചു. റബ്ബേ, ഉപയോഗപ്പെടുത്താൻ പറ്റിയില്ലല്ലോ. ഞാൻ പോകുകയാണല്ലോ പടച്ചവനെ. ഇനി ആകെയുള്ളത് മക്കളാ. അപ്പൊ നീ മക്കളോട് ചോദിക്കും, മക്കളെ, വാപ്പ പോവാ, ഇത്രയും കാലം നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് സമ്പത്ത് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, ഞാൻ പോയാ നിങ്ങൾ എനിക്ക് വേണ്ടി എന്ത് ചെയ്യും? ഞാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് വേണ്ടി എന്ത് ചെയ്യും? മക്കള് പറയും, വാപ്പ 3 കഷ്ടം തുണിയും വാങ്ങിത്തരാം, പള്ളിയിൽ ഒരു കുഴിയും എടുത്തു തരാം, ഇത്രയേ ഉണ്ടാകത്തുള്ളൂ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പോഴേ നീ തീരും. പിന്നല്ലേ മരണവേദന. നിന്റെ മക്കള് നിന്റെ മുഖത്ത് നോക്കി കേട്ട് പറയും, വാപ്പ നിനക്ക് വേണ്ടിയാണ്, നിങ്ങൾക്ക് വേണ്ടിയാണ് 5 നയാ പൈസ പോലും കൊടുക്കാതെ ഞാൻ സൂക്ഷിച്ചു വെച്ചു സമ്പാദ്യം മുഴുവനും. ഇത്രയുണ്ട്, കോടിക്കണക്കിനുണ്ട്. പക്ഷെ എനിക്കിപ്പോ ഒന്നും ചെയ്യാൻ പറ്റണില്ല, ഞാൻ പോവാ, നിങ്ങൾ എനിക്ക് വേണ്ടി എന്ത് ചെയ്യും മക്കളെ? അപ്പൊ മക്കള് പറയണ മറുപടി, ഖബറും വെട്ടിത്തരാം, കുറച്ച് തുണിയും വാങ്ങിത്തരാം, കൊണ്ടുപോയി കുഴിച്ചിട്ടേക്കാം, ഇത്രയേ ഉണ്ടാകത്തുള്ളൂ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സദക്കയുടെ വില അപ്പോഴാ തിരിയുക. സദക്ക എന്ന് പറഞ്ഞ ഉസ്താദന്മാരിങ്ങനെ ചോദിക്കുമല്ലോ, ഈ മക്കൾക്ക് വേണ്ടി കൊടുക്ക, പള്ളികൾക്ക് വേണ്ടി കൊടുക്ക, ദീനിന് വേണ്ടി കൊടുക്ക. ഇത് ചോദിക്കുമ്പോ കൊടുക്കാൻ വല്ലാത്ത മടി. എന്റെ പ്രിയപ്പെട്ടവരെ, അതിന്റെ വില മനസ്സിലാകുന്നത് അപ്പോഴാണ്. ആ സമയത്താണ് നിങ്ങൾക്ക് അതിന്റെ വില മനസ്സിലാകുന്നത്.